السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وفق من شاء لمكارم الأخلاق وهداهم لما فيه فلاحهم يوم التلاق. أشهد أن لا إله إلا الله وحده لا شريك له الملك الخلاق. وأشهد أن محمدًا عبد الله ورسوله أفضل البشر على الإطلاق. صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. سئل رسول الله صلى الله عليه وسلم عن الإيمان فقال: أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره. وكم لله من لطف خفي يدق خفاه عن فهم الذاكي. وكم يسر أتى من بعد عسر ففرج كربة القلب الشاجي. ഏറെ ബഹുമാനവും ആദരവും ഏറെ സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സൂറത്തുൽ അസ്റുമായി ബന്ധപ്പെട്ട് 2 ആയത്തുകൾ നാം ചർച്ച ചെയ്തു. വളരെ വിശാലമായി ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും നാം പറഞ്ഞു. ഇൻഷാ അല്ലാഹ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നാ പറഞ്ഞത്. മനുഷ്യന്മാർ പരാജയത്തിലാണ്. അൽ ഇൻസാൻ എന്താണ് എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ചു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സൂറത്തിൽ ഈ ആയത്തിന്റെ കൂടെ അടുത്ത ആയത്ത്, അവസാനമായ ഒരു ആയത്തുള്ള പറയാണ്: ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. ഇങ്ങനെ ഒരു 4 വിശേഷണങ്ങൾ അല്ലാഹു പറയാണ്. 4 വിഭാഗങ്ങൾ അല്ലാഹു അതിൽ നിന്നും ഒഴിവാക്കുകയാണ്. ഇസ്തിസ്ന ചെയ്ത് 4 വിഭാഗങ്ങളെ അല്ലാഹു മാറ്റി നിർത്താണ്. അല്ലാഹു ആദ്യം പറഞ്ഞ ഈ പരാജയത്തിന്റെ പട്ടികയിൽ നിന്നും ചിലർ അല്ലാഹു മാറ്റി നിർത്തുകയാണ്. ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് കാണാം. ആദ്യമായി ഇല്ലല്ലദീന ആമനു എന്നതിന്, ആമനു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈമാൻ എത്രമാത്രം ദൃഢപ്പെട്ടിരിക്കണം മുഫസ്സിറുകൾ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്നത് കാണാം. ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശർഹുൽ അഖായിദിൽ എന്താണ് ഈമാൻ എന്ന് വിവരിക്കുന്നത് കാണാം. മഹാനവറുകൾ പറയുകയാണ്: അൽ ഈമാനു ഹുവ തസ്ദീഖു ബിൽ ഖൽബി ബിമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈമാൻ എന്ന് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ
ഹൃദയത്തോടെ വിശ്വസിക്കുന്നതാണ് ഈമാൻ. അതാണ് ഈമാൻ. പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ, പ്രവാചകൻ ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു തുടക്കത്തിൽ പറഞ്ഞില്ലേ സൂറത്തുൽ ബഖറയിൽ, യുഅ്മിനൂന ബിൽ ഗൈബി, അല്ലെ, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമായി നിൽക്കുക. ഈമാൻ പരിപൂർണമാകുന്ന ഒരുപാട് അവസ്ഥകൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്നയിടത്ത് ഹദീസിന്റെ പണ്ഡിതന്മാരെല്ലാം അതിന് മുഹദ്ദിസീങ്ങളെല്ലാം അതിനെ വിവരിച്ചത് ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകൂല എന്നാണ്. ഈമാൻ പരിപൂർണമാവൂല. ബന്ധുമിത്രാദികളെക്കാളും സ്വയം നഫ്സിനെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് വരെ അയാളുടെ ഈമാൻ പൂർണ്ണമാകൂല എന്നാണ് മുഹദ്ദിസീങ്ങളിൽ അതിനെല്ലാം വിവരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. വളരെ വിശാലമായ ഹദീസിൽ അവസാനം പറയുന്നുണ്ട്, ആ കടന്നു വന്ന മനുഷ്യൻ ചപ്രിച്ച മുടിയുമായി കടന്നു വന്ന ഒരു യാത്രയുടെ അടയാളം പോലും മനസ്സിൽ മുഖത്ത് കാണാത്ത ആ മനുഷ്യനെ സംബന്ധിച്ച് അവസാനം പറയുന്നുണ്ട് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ചോദ്യമാണ് ഫഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ നബിയെ. പ്രവാചകനോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി. നിങ്ങൾ ഈമാൻകാരനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? തുഅ്മിന ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് നീ വിശ്വസിക്കണം. ആദ്യമായി പറഞ്ഞതാ, അള്ളാഹുവിനെ കൊണ്ട് നീ വിശ്വസിക്കണം. വമലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ടും നീ വിശ്വസിക്കുക. വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ടും നീ വിശ്വസിക്കുക. വറുസുലിഹി, അവന്റെ അംബിയാ മുർസലീങ്ങളെ കൊണ്ടും നീ വിശ്വസിക്കുക. വൽയൗമിൽ ആഖിർ, അന്ത്യനാള് കൊണ്ട് നീ വിശ്വസിക്കണേ. വതുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി, അപ്പോൾ ഖദറിനും വിശ്വസിക്കാം. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി ഈമാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരാളിൽ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു തന്നെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത് ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു വലിയുല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളുടെ സഹായി. വലിയ എന്നതിന്റെ സഹായി എന്നാണ് ഒരുപാട് മുഫസ്സിരീങ്ങളോട് പറഞ്ഞത്. അപ്പോ അല്ലാഹു വലിയുല്ലദീന ആമനൂ, വിശ്വസിച്ചവരുടെ വലിയ അല്ലാഹു ആണ്. മുഅ്മിനീങ്ങളെ സഹായിക്കുന്നവൻ അല്ലാഹു ആണ്. ആ മുഅ്മിനീങ്ങളെ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, അവരെ ദുലുമത്തുകളിൽ നിന്നും നൂറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറപ്പെടുവിക്കും. എന്താണ് ദുലുമാത്ത് എന്നാൽ? ദുലുമാത്ത് എന്നാൽ അത് കുഫ്റാണ്. കുഫറിൽ നിന്നും നൂർ എന്ന പ്രകാശമാകുന്ന ഈമാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റുന്നതാണ്. അപ്പൊ വലിയ എന്നതിന് നേരത്തെ പറഞ്ഞ പോലെ നാസിറുഹും വ മുഈനുഹും,
അവരെ സഹായിക്കുന്ന ആള് എന്നാണ് അള്ളാഹു. അതുപോലെ മുഹിബ്ബുഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നുമുണ്ട്. മുതവല്ലി ഉമൂറഹും ലാ യകിലുഹും ഇലാ ഗൈരി, അല്ലെ, അവരുടെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. ഏതായാലും യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ എന്നാൽ ളുലുമാത്ത് എന്നതിന് ഇമാം വാഖിദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു മാ ഫിൽ ഖുർആനി മിനൽ ളുലുമാതി വൻ നൂരി, ഖുർആൻ മുഴുവനായും, ഖുർആനിൽ മുഴുവനും, ഖുർആന്റെ സമസ്ത ഭാഗങ്ങളിലും ളുലുമാത്തും നൂറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അവിടെയുള്ള ഉദ്ദേശം എന്നത് ഫൽ മുറാദു മിൻഹു അൽ കുഫ്റു വൽ ഈമാൻ. അപ്പോൾ ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ പറയുന്നുണ്ട് ളുലുമാത്തും നൂറും ഒക്കെ. അപ്പോൾ അവിടേക്കുള്ള ഉദ്ദേശം ളുലുമാത്ത് എന്നതുകൊണ്ട് കുഫ്റും അതുപോലെ നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഈമാനുമാണ്. ഗൈറുല്ലതി ഫീ സൂറത്തിൽ അൻആം, സൂറത്തുൽ അൻആമിലൊഴികെ, സൂറത്തുൽ അൻആമിൽ വജഅലൽ ളുലുമാതി വന്നൂർ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഉദ്ദേശം ഫൽ മുറാദു മിൻഹു അല്ലൈലു വന്നഹാർ, അവിടെ രാത്രിയും പകലുമാണ് അവിടെ മാത്രം ഉദ്ദേശം. അതല്ലാത്ത മറ്റു മുഴുവൻ ഇടങ്ങളിലും അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കുഫറും അതുപോലെ ഈമാനുമാണ് എന്ന് ഇമാം വാഖിദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അള്ളാഹുവിൽ അമർന്ന് വിശ്വസിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയായി മാറുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഈമാനു ബിദ്ഉ വസബ്ഊന ശുഅബ, ഈമാൻ എന്ന് പറയുന്നത് 70ഓളം ശാഖകളാണ്, 70 ചില്ലാനം ശാഖകളാണ് ഈമാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളെ പഠിപ്പിക്കുകയാണ്, ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത് ഒന്നാം തട്ടിൽ നിൽക്കുന്ന ഈമാനിന്റെ ഒന്നാം തട്ടിൽ നിൽക്കുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല എന്നൊരു മനുഷ്യൻ പറയാണ്. അതെല്ലാ സമയത്തും വേണം, എല്ലാ ഇടങ്ങളിലും വേണം. റസൂലുള്ളാഹിയോട് പലപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഓടിപ്പോവാറുണ്ട്. റസൂലുള്ളാഹിയോട് തുടക്കത്തിൽ പറഞ്ഞ ഹദീസിൽ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്ത് നീ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുവിനെ കാണുന്ന രീതിയിൽ നീ ഇബാദത്ത് ചെയ്യലാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. അപ്പോ ആമനു ഇപ്പൊ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. ഏറ്റവും അദ്നാഹാ ഇമാതത്തുൽ അദാനി ത്വരീഖ്, വഴിയിലുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റലാണ് അതിലേറ്റവും താഴ്ന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഈമാൻ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പരാജയത്തിൽ നിന്നും ഒഴിവാകുന്ന ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ഈമാനുള്ള ഒരു വിശ്വാസികളാണ് ഒരു വിഭാഗമാണ്. ഇനിയും 2-3 വിഭാഗം പറയാനുണ്ട്. അപ്പോൾ ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു പിന്നെ ഇല്ലല്ലദീന ആമനു എന്നതിന് ഒരു തഫ്സീർ അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അള്ളാഹുവിന്റെ റസൂലോട് ഉദ്ദേശിച്ചതെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വരുന്ന ചർച്ചയിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പും എല്ലാം നമ്മിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.